മൈക്കിൾ ക്യാരിക്ക് ഇപ്പോൾ ആദ്യത്തെ 4 മത്സരവും ജയിച്ചല്ലോ. പക്ഷേ എന്നാലും പല സോ കോൾഡ് പണ്ഡിറ്റ്സ് അല്ലെങ്കിൽ സോ കോൾഡ് ബുദ്ധിജീവികളായിട്ടുള്ള പണ്ഡിറ്റ്സ് പുള്ളിക്ക് വേണ്ട ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലരും പുള്ളിയുടെ ഈ വിജയങ്ങളെയൊക്കെ ഇതൊരു പുതിയ മാനേജർ വന്നതിൻ്റെ ആ ഒരു ന്യൂ മാനേജർ ബൗൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു സംഭവം, പുതിയ മാനേജർ വരുമ്പം പ്ലെയേഴ്സ് പെട്ടെന്ന് കാണിക്കുന്ന ആ ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന അവരുടെ ആ ഒരു ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ പോസിറ്റിവിറ്റി കിട്ടുമ്പം പ്ലെയേഴ്സ് റിയാക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് കിട്ടുന്ന റിസൾട്ട്. അത്രയുമുള്ള വിലയെ പല ആൾക്കാരും മൈക്കിൾ ക്യാരിക്കിൻ്റെ ഈ 4 വിക്ടറിയെ കൊടുക്കുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അത് മൈക്കിൾ ക്യാരിക്കിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മൈക്കിൾ ക്യാരിക്കിൻ്റെ ഫുട്ബോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ 4 മത്സരങ്ങളിൽ പല തരത്തിൽ കളിക്കുന്ന ടീമുകൾ, ലീഗിലെ ഏറ്റവും നല്ല 2 ടീം, അതും ആർസണൽ, ലീഗിലെ ഏറ്റവും നമ്പർ 1 ടീമിനെ അവരുടെ ഹോമിൽ പോയിട്ട് അവർക്ക് ഈ ഒരു സീസണിലെ ഏറ്റവും ആദ്യത്തെ തോൽവി കൊടുക്കുന്നു. അതും കൺവിൻസിംഗ് ആയിട്ട് അവർക്കെതിരെ ജയിക്കുന്നു, സിറ്റിക്കെതിരെ കൺവിൻസിംഗ് ആയിട്ട് ജയിക്കുന്നു. അത് കഴിഞ്ഞ് ഫുൾഹാം പോലെ ഏറ്റവും ട്രിക്കിയായിട്ട് ഈ സിറ്റി ആയാലും ആർസണലായാലും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ, നമ്മുടെ തന്നെ കാര്യം പറയാം, അവരുടെ കാര്യം ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ എന്നും പേടിക്കുന്ന ടീമാണ് ഫുൾഹാം. കാരണം ഫുൾഹാമിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റി, അവരുടെ പ്രത്യേകിച്ച് അവരുടെ മാനേജറിൻ്റെ ആ ഒരു ടാക്ടിക്കലിയുള്ള ബ്രില്യൻസ് അതെപ്പോഴും നമുക്ക് പണി തരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മാനേജേഴ്സിനെ, അങ്ങനത്തെ ടീമുകളെയൊക്കെ കൺവിൻസിംഗ് ആയിട്ട് തോപ്പിച്ച് മുന്നോട്ട് പോകുന്ന മൈക്കിൾ ക്യാരിക്ക്, അതുമാത്രമല്ല മൈക്കിൾ ക്യാരിക്കിൻ്റെ ടീം കളിക്കുന്ന രീതികൾ നോക്കിയാൽ വ്യക്തമായിട്ട് പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ മാച്ച് നോക്കിയോ, നമ്മൾ ചില സമയത്ത് നമ്മൾ ഡയറക്റ്റ് പോകേണ്ട സമയത്ത് ഡയറക്റ്റായിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യും. ഡയറക്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി മൈക്കിൾ ക്യാരിക്ക് ബാക്കിൽ, നമ്മുടെ ആ ഒരു ബാക്ക് ലൈനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നന്നായിട്ട് ബോൾ പ്ലേ ചെയ്യുന്ന സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസാണ്. പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റിയെ നല്ല രീതിയിൽ മൈക്കിൾ ക്യാരിക്ക് യൂസ് ചെയ്ത് ഡയറക്റ്റ് ഫോർവേഡ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പാസസ് കൊടുക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസ്. അതുമാത്രമല്ല ഇന്നത്തെ മാച്ചിൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാര്യം നോക്കിയാൽ ലിസാൻഡ്രോ മാർട്ടിനസ് 103 പാസസാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 21 ഇൻറ്റു ദ ഫൈനൽ തേർഡാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ബോൾ പ്ലേയിങ് എബിലിറ്റിയെ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാൻ മൈക്കിൾ ക്യാരിക്ക് ടാക്ടിക്കലി പുള്ളിയുടെ ആ ഒരു സ്ട്രോങ് പോയിൻറ്റിനെ മാക്സിമം യൂസ് ചെയ്യാൻ മൈക്കിൾ ക്യാരിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഡയറക്റ്റായിട്ട് പോകേണ്ട സമയത്ത് ഡയറക്റ്റ് പോകും, അല്ലാത്ത സമയത്ത് നമ്മൾ ആ ഒരു പല പ്ലെയേഴ്സും തമ്മിൽ കോബി മേനു, ബ്രൂണോ, അമാദ്, അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സ്, അല്ലെങ്കിൽ 3-4 കുണിയ, ഇങ്ങനത്തെ 3-4 പ്ലെയേഴ്സ് തമ്മിൽ ഏറ്റവും മാക്സിമം ക്ലോസറായിട്ട് നിന്നുകൊണ്ട് ആ ഒരു റോണ്ടോസ്, നമ്മൾ ഈ പ്രാക്ടീസ് സെഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൊക്കെ കാണുന്ന റോണ്ടോസ് ഇല്ലേ, ഇപ്പം നമ്മൾ ചുറ്റിനും പ്ലെയേഴ്സ് നിന്നിട്ട് നടുക്ക് ഒരാൾ നിൽക്കും, അവർ പ്രസ് ചെയ്യും, അപ്പോൾ അവരെ ബീറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുന്ന പരിപാടി. അപ്പോൾ അങ്ങനത്തെ റോണ്ടോസ് കളിച്ച് ഏതെങ്കിലും ഒരു സൈഡ് ഓവർലോഡ് ചെയ്ത് ഓപ്പോസിഷനെ മാക്സിമം ആ റോണ്ടോയ്ക്കുള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അപ്പുറത്ത് ഫ്രീമാനെ ഫൈൻഡ് ചെയ്യുന്നു, സ്വിച്ച് നടത്തി ഫ്രീമാനെ ഫൈൻഡ് ചെയ്യുന്ന പരിപാടി. അങ്ങനത്തെ പാറ്റേൺസ് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണാം. ബ്രൂണോ അടിച്ച ആ ഒരു ഗോളിൻ്റെ സമയത്ത് നമ്മൾ അവരുടെ ഹാഫിൽ റോണ്ടോസ് കളിക്കുന്നുണ്ട്. റോണ്ടോസ് കളിച്ചിട്ടാണ് സ്വിച്ച് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ബ്രൂണോയെ ഫൈൻഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ബ്രൂണോയെ ഫൈൻഡ് ചെയ്യുമ്പം തന്നെ മൈക്കിൾ ക്യാരിക്കിൻ്റെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോട്ടീസ് ചെയ്യണം. ഈ ഫ്രണ്ട് 3 അല്ലെങ്കിൽ ഫ്രണ്ട് 4 അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് മത്തേസ് കുണിയ, ബ്രൂണോ ഫെർണാണ്ടസ്, എംബ്യൂമോ, അമാദ്, ഈ 4 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട് പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ് ആ ഒരു ഗോളിൻ്റെ സമയത്തും ബ്രൂണോയെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ചില സമയത്ത് ബ്രൂണോ സ്ട്രൈക്കർ ആകുമ്പോൾ എംബ്യൂമോ ആയിരിക്കും ചിലപ്പം നമ്പർ 10, അല്ലെങ്കിൽ എംബ്യൂമോ റൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അമാദായിരിക്കും ചിലപ്പോൾ സ്ട്രൈക്കർ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം കുണിയായിരിക്കും റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻസ് ഗെയിമിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ച് പ്ലെയേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷണൽ ഫ്രീഡം പ്രത്യേകിച്ച് അറ്റാക്കിംഗ് പ്ലെയേഴ്സിന് ക്യാരിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ക്യാരിക്കിൻ്റെ ടീമിൽ ടാക്ടിക്കലി ഇമ്പോസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. വ്യക്തമായിട്ട് പ്ലാനുണ്ട്, പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ട്, എങ്ങനെ അറ്റാക്ക് ചെയ്യണം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, 4-4-2 മിഡ് ബ്ലോക്ക് കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്ന രീതി, മാക്സിമം കോമ്പാക്റ്റ് ആകുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അമോറിമിൻ്റെയും ടെൻ ഹാഗിൻ്റെയും ഒക്കെ സമയത്ത് നമ്മൾ റെസ്റ്റ് ഡിഫെൻസ്
ഓപ്പോസിഷൻ നമുക്കെതിരെ ട്രാൻസിഷനിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഡിഫെൻസീവ് ഷേപ്പ് മോശമാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കില്ല. നമ്മൾ വളരെ കൂൾ ആൻഡ് കാമായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, കൺവിൻസിങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ പ്ലെയേഴ്സിൻ്റെ മാക്സിമം അവരുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മാക്സിമം എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ മൈക്കിൾ ക്യാരിക്ക് ശ്രമിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിൽ കോബി മേനു എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു പുനർജന്മമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്പർ 8 ആയിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന രീതി, കൊണോർ ഗാലഗറിനെയൊക്കെ ഇന്ന് തീർത്ത ദിവസമാണ് മിഡ്ഫീൽഡിൽ. പെപ്പെ സാറിനെയും അവരെയൊക്കെ ശരിക്കും ആ ഒരു പുള്ളിയുടെ ബോഡി ഫെയിൻസ് അല്ലെങ്കിൽ ഫേക്ക് പാസിങ് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അവരെയൊക്കെ നിഷ്പ്രഭമാക്കുക മിഡ്ഫീൽഡിൽ. കോബി മെനുവിൻ്റെ ഓരോ മാച്ച് കാണുമ്പോഴും ശരിക്കും അമോറിമിനെ നമ്മൾ ഓർക്കും. ഡിഫൻസിൽ നമുക്കറിയാം, ഒരാൾ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക് ആണെങ്കിൽ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിൽ ഹൈലി ഫിസിക്കൽ, വിത്തൗട്ട് ദ ബോൾ ഭയങ്കര ഫിസിക്കലും അഗ്രസീവായിട്ടുള്ള മഗ്വയർ, ബുള്ളിങ് ആയിട്ടുള്ള ഓപ്പോസിഷൻ്റെ സ്ട്രൈക്കറിനെ ബുള്ളി ചെയ്യുന്ന തരത്തിലുള്ള ഡിഫൻഡർ മഗ്വയർ. അതുപോലെ ഫുൾ ബാക്സിനെ എങ്ങനെ യൂസ് ചെയ്യണം, ഡലോയ്ക്ക് ഒത്തിരി ആ ഒരു അറ്റാക്കിങ്ങിലോട്ട് ഡലോയെ ഒത്തിരി പുഷ് ചെയ്യാതെ ലൂക്ക് ഷോയാണ് കൂടുതലും അറ്റാക്കിൽ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ലൂക്ക് ഷോ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നറിയാം. ഡലോ കുറച്ചുകൂടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നു, കൺവിൻസിങ് ആയിട്ട് ഡിഫൻസിനെ ജോയിൻ ചെയ്ത് നിൽക്കുന്നു, ഡിഫെൻസീവ്ലി കുറേ കൂടെ സ്ട്രോങ്ങർ ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്നത്തെ മാച്ചിൽ നമുക്കറിയാം ആ ഒരു നമ്മുടെ ഹാഫിൽ അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ഹാഫിൽ ഒത്തിരി മുന്നിലേക്ക് പോകാതെ തന്നെ ഓപ്പോസിഷൻ്റെ ഹാഫിൽ ആ ഒരു റോണ്ടോ കളിക്കുന്ന സമയത്തും ഡലോ ഉണ്ട്. ഡലോയുടെ അസിസ്റ്റ്, ക്രോസ് കൊടുക്കുന്നു, സ്വിച്ച് കൊടുക്കുന്ന ഡലോയാണ്. അപ്പോൾ ഓരോ മത്സരം കഴിയും തോറും ഡലോയും ഇത്രയും ഇമ്പ്രൂവ്ഡ് നമ്മൾ തോന്നുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഡലോയെ ആയാലും ഷോയെ ആയാലും സെൻറ്റർ ബാക്സിനായാലും മിഡ്ഫീൽഡേഴ്സിനായാലും അറ്റാക്കേഴ്സിനൊക്കെ ആയാലും അവർക്ക് വേണ്ട പൊസിഷൻസ്, അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മൈക്കിൾ ക്യാരിക്ക് കളിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഈ ബുദ്ധിജീവികളായിട്ടുള്ള പണ്ഡിറ്റ്സിന് പറ്റുന്നില്ല എന്നെനിക്കറിയത്തില്ല. അവർക്ക് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ഗോൾ ശ്രദ്ധിച്ചാലും ആ ഗോൾ അടിച്ച സമയത്തും പല പണ്ഡിറ്റ്സും എന്താണെങ്കിലും ഈ രീതിയിൽ മൈക്കിൾ ക്യാരിക്കിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരൊക്കെ പറയും സെറ്റ് പീസേ ഉള്ളൂ ഇവർക്കൊരു മാർഗം എന്ന് പറയും. ആ സെറ്റ് പീസും ബോക്സിനുള്ളിൽ അടി ഒന്നും കൂടാതെ വളരെ 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 സമാധാനപരമായിട്ട് നമ്മൾ അടിച്ച ഗോളാണ്. അപ്പോൾ ആ ഗോളിൽ കോബി മെനു മുന്നോട്ട് പോയിട്ട് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പാസ് റിസീവ് ചെയ്ത് എംബിമോയ്ക്ക് കൊടുക്കുന്നു. എംബിമോ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അത് മൈക്കിൾ ക്യാരിക്ക് ആ ഗോളിനെ പറ്റി പറയുന്നുണ്ട്. അവർ ട്രെയിനിങ്ങിൽ അത് പരീക്ഷിച്ച് ഇത് മാത്രമല്ല, ഈ ഒരു രീതി മാത്രമല്ല, ഈ രീതിയിൽ 3-4 പല രീതിയിലുള്ള തരത്തിൽ സെറ്റ് പീസിനെ അപ്രോച്ച് ചെയ്യുന്ന തരം ട്രെയിനിങ് സെഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് അവരുടെ സെറ്റ് പീസ് അനലിസ്റ്റ്, ഞാൻ പുള്ളിയുടെ പേര് മറന്നു, സെറ്റ് പീസ് അനലിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ജോണി എവൻസിനും ക്രെഡിറ്റ് പുള്ളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രെയിനിങ്ങും പ്രോപ്പർ കോച്ചിങ്ങും ഒന്നും ഇല്ലാതെ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാറ്റേൺ ഓഫ് പ്ലേ, വിത്ത് ദ ബോൾ, വിത്തൗട്ട് ദ ബോൾ, അതുപോലെ തന്നെ സെറ്റ് പീസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇതൊന്നും എളുപ്പമല്ല. ഇതൊക്കെ എളുപ്പമായിട്ട് പലർക്കും തോന്നും. പ്രത്യേകിച്ച് യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിനെ ഈ രീതിയിൽ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ആസ് എ ഓഫ് ദ ഫീൽഡ് ഒരു മാനേജർ എന്നുള്ള രീതിയിൽ പ്രസ് കോൺഫറൻസ്, ഇൻ്റർവ്യൂസിനെ അപ്രോച്ച് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മൈക്കിൾ ക്യാരിക്ക് ആകെപ്പാടെ ഒരു പോസിറ്റിവിറ്റി വാരി വിതറുന്നുണ്ട്. ഞാൻ ക്യാരിഡ് അവേ ഒന്നും ആകുകയല്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും വർക്കാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സോൾഷെയറിനെയാണ് കുറ്റം പറയുന്നത്. സോൾഷെയർ അങ്ങനെയാണ്, സോൾഷെയറിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തു. സോൾഷെയർ നമുക്ക് കുറേ നല്ല മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രീതിയിൽ ഇൻട്രീമായിട്ട് വന്ന് പെർമനൻ്റ് ആയ മനുഷ്യനാണ് ഒലെ. അപ്പം ഒലെ അടുത്ത ഒരു സീസണും കൂടെ മര്യാദയ്ക്ക് പെർഫോം ചെയ്തു, പിന്നെ പയ്യെ ഡൗൺഫോൾ വന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉള്ള സമയം കൊണ്ട് നമുക്ക് കുറേ നല്ല ഓർമ്മകൾ തന്നിട്ടാണ് ആ ഒരു മനുഷ്യൻ പോയത്. അതല്ലാതെ വലിയ മാനേജേഴ്സ് വന്നല്ലോ. ജോസെ മൊറീഞ്ഞോ, വാൻഗാൽ, ഡേവിഡ് മോയിസ്, ലീഗിൽ തന്നെ പ്രൂവണാണെന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് മോയിസിനെ കൊണ്ടുവന്നല്ലോ. എന്തായി? ഇവിടെ ഒരു ഒന്നും അല്ലാത്ത ഒരു ആളാണെങ്കിലും വന്ന് ഇങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ
വൈ നോട്ട് മൈക്കിൾ ക്യാരിക്ക് എന്നാണ് എൻ്റെ ചോദ്യം. കുറേ കൂടെ പോട്ടെ, എന്താണെങ്കിലും നമ്മൾ എടുത്തു ചാടിയൊന്നും ഒന്നിലേക്ക് ഞാൻ ചാടുന്നില്ല. പക്ഷേ മൈക്കിൾ ക്യാരിക്ക് ആദ്യത്തെ 4 മത്സരം ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ് പുള്ളിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ മാച്ചിൽ നമ്മളെ ഇന്ന് സഹായിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഓപ്പോസിഷൻ്റെ, അതായത് ടോട്ടൻഹാമിൻ്റെ ക്യാപ്റ്റൻ ക്രിസ്ത്യൻ റൊമേരോ റെഡ് കാർഡ് കണ്ട്, അല്ലെങ്കിൽ കസമീറോയെ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. അപ്പം നമ്മുടെ ലീഡർ, അതായത് നമ്മുടെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിനെയും അതുപോലെ തന്നെ ഓപ്പോസിഷൻ്റെ ക്യാപ്റ്റൻ ക്രിസ്ത്യൻ റൊമേരോയും തമ്മിൽ നോക്കൂ. ക്രിസ്ത്യൻ റൊമേരോ 2021 ഓഗസ്റ്റിൽ സ്പേഴ്സിന് ഡെബ്യൂ ചെയ്തതിന് ശേഷം ഇതുവരെയുള്ള പുള്ളിയുടെ കരിയർ, ഇന്ന് വരെയുള്ള പുള്ളിയുടെ കരിയർ നോക്കിയാൽ 6 പ്രാവശ്യമാണ് റെഡ് കാർഡ് കണ്ട് പുള്ളി പുറത്തു പോകുന്നത്. ചില മത്സരങ്ങളിലൊക്കെ പുള്ളി പ്രൈം മാൽഡീനിയാണെന്ന് പുള്ളി നമുക്ക് തോന്നും. ചില സമയത്ത് ഇതാണ് 6 പ്രാവശ്യം റെഡ് കാർഡ് കണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേനും കഴിഞ്ഞ 5 വർഷങ്ങളിൽ 6 പ്രാവശ്യം റെഡ് കാർഡ് കിട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ലീഡറാക്കുക എന്നുള്ള പരിപാടിയോട് തന്നെ എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം ഒരു ഉറപ്പില്ല, ലോട്ടറി എടുക്കുന്ന പോലെ പുള്ളിയുടെ കാര്യം. വർക്കായ നല്ല കാര്യം, ഇല്ലെങ്കിൽ തീർന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കുള്ള മനുഷ്യൻ ബ്രൂണോ ഫെർണാണ്ടസ് ഇന്നത്തെ മത്സരത്തിലും പുള്ളി അസിസ്റ്റ് ഇല്ലെങ്കിലും ഗോള് സ്കോർ ചെയ്തു. അസിസ്റ്റ് പുള്ളിക്ക് കിട്ടേണ്ട ആ ഒരു സെസ്കോടെ ഗെയിമിൻ്റെ മത്സരത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റ് സെസ്കോയ്ക്ക് കൊടുത്ത ആ ഒരു ഹെഡർ, സെസ്കോ അതെങ്ങനെ മിസ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. സെസ്കോയെ അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വിളിച്ച് നിർത്തി കൊണ്ടുപോയിട്ട് എങ്ങനെ ആ ഗോളിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ബോൾസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ തരത്തിൽ കോച്ചിങ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യൻ റൊമേരോ പോണക്കത്തെ ആൾക്കാർ കണ്ടുപിടിക്കേണ്ടതാണ് ഒരു ലീഡർ എന്ന് പറയുന്നത് എന്താണെന്ന്. ക്രിസ്ത്യൻ റൊമേരോയും അതുപോലെ തന്നെ ടോട്ടൻഹാമിൻ്റെ മാനേജ്മെൻറ്റും കണ്ടുപിടിക്കണം. അങ്ങനത്തെ ആൾക്കാരെ വേണം ലീഡറാക്കാൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആക്കാൻ. അപ്പം ഇന്നത്തെ ആ ഒരു ഗോളോടുകൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി 200 ഗോൾ ആൻഡ് അസിസ്റ്റ് ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയിട്ടുണ്ട്. 314 മത്സരങ്ങളിൽ 200 ഗോൾ ആൻഡ് അസിസ്റ്റുകൾ. അതായത് വെയിൻ റൂണിക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ 200 ഗോൾ ആൻഡ് അസിസ്റ്റ് നേടിയ മനുഷ്യനാണ് ബ്രൂണോ ഫെർണാണ്ടസ്. ഇപ്പോൾ 5-6 ദിവസം കൂടുമ്പോഴാണ് യുണൈറ്റഡിൻ്റെ ഒരു മത്സരം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്നാ പറയുന്നത്, ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്ലോ തന്നെ പോയി തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.